വളരെ വേദനാജനകമായൊരു കാഴ്ച കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹമാധ്യമങ്ങളിൽ കാണാനിടയായി. ഒരു മഹാക്ഷേത്രത്തിൽ ഉത്സവം നടക്കുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ, സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ കൂടി നിൽക്കുമ്പോൾ ഒരു കൂട്ടം ചെറുപ്പക്കാർ ആ ഉത്സവത്തിൻ്റെ ആ പറമ്പിൽ ഉത്സവം കണ്ടുകൊണ്ട് അത്രയും ആളുകൾക്ക് ഇടയിൽ നിന്നുകൊണ്ട് പരസ്യമായി മദ്യപിക്കുന്നു. ക്ഷേത്രമെന്താ ബാർ ഹോട്ടലാണോ? ക്ഷേത്രമെന്താ ബിവറേജസ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റാണോ? ഹൈന്ദവ വിശ്വാസങ്ങളെ, ഹൈന്ദവ ആചാരക്രമങ്ങളെ ഹൈന്ദവർ തന്നെ പാലിച്ചില്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റം പറയാൻ ഹൈന്ദവർക്ക് എന്താണ് അവകാശം? ക്ഷേത്ര വിശ്വാസികൾക്ക് എന്താണ് അവകാശം? ഈ വന്നവർ ക്ഷേത്രവിശ്വാസികളായിരിക്കാം, പക്ഷേ ഒരു പൊതു ഇടത്തിൽ, അതും ഒരു ക്ഷേത്രത്തിൻ്റെ മതിൽക്കകത്ത് നിന്നുകൊണ്ട് ഇത്തരത്തിൽ ഒരു ഹീനകൃത്യം ചെയ്യാൻ ഇവരെ പ്രേരിപ്പിച്ചത് എന്താണ് എന്നാണ് സമൂഹം ചോദിക്കുന്നത്. ഒരു ക്രിസ്തീയ ദേവാലയമോ ഒരു മുസ്ലിം ദേവാലയമോ ആണെങ്കിൽ അവിടുത്തെ വിശ്വാസികളായ ആളുകൾ ഇത്തരത്തിൽ ക്ഷേത്ര മതിൽക്കകത്ത് അല്ലെങ്കിൽ ആരാധനാലയത്തിൻ്റെ മതിൽക്കകത്ത് നിന്നുകൊണ്ട് ഇത്തരത്തിൽ പരസ്യമായി മദ്യപിക്കാൻ ധൈര്യപ്പെടുമോ എന്നും തീർച്ചയായിട്ടും ചോദിച്ചു പോകുന്നു. 2000-ലധികം പോലീസുകാർ, നിരവധി വോളണ്ടിയർമാർ, അതുപോലെ തന്നെ ക്ഷേത്ര ഭാരവാഹികൾ, ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ഒക്കെ തന്നെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സദാസമയം പ്രവർത്തിക്കുന്നു. ഇത് കൂടൽമാണിക്യം ക്ഷേത്രമാണ് എന്നാണ് സമൂഹമാധ്യമത്തിലൂടെ മനസ്സിലാകുന്നത്. കൂടൽമാണിക്യം പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ്. ഈ കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് ഈ യുവാക്കൾ ഈ കാണിച്ച ഹീനകൃത്യം അത് എന്ത് ധൈര്യത്തിലാണ്? നമ്മുടെ സമൂഹം എങ്ങോട്ട് പോകുന്നു? ഹൈന്ദവ വിശ്വാസങ്ങളും ആരാധനാക്രമങ്ങളും എങ്ങോട്ട് പോകുന്നു? ഏത് രീതിയിൽ ഇതൊക്കെ തന്നെ വിശ്വാസികൾ തന്നെ വളച്ചൊടിക്കുന്നു, ആ വിശ്വാസധാരകളെ ഇല്ലാതെയാക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ പ്രകടമായ ഉദാഹരണമാണ് ഈ വീഡിയോയിലൂടെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ശക്തമായ നടപടിയുണ്ടാകണം. ഇവരെ അറസ്റ്റ് ചെയ്ത് ഈ പൊതു ഇടത്ത് മദ്യപിച്ചതിന് അതത് വകുപ്പുകൾ ചേർത്ത് കേസെടുക്കണം. മാത്രമല്ല ക്ഷേത്രവിശ്വാസത്തെ ഹനിച്ചതിനും അതുപോലെ തന്നെ ഇത്തരത്തിൽ ആ ഒരു ക്ഷേത്ര വിചാരങ്ങൾ, ആ ചിന്തകൾ, വിശ്വാസങ്ങൾ ഒക്കെ വ്രണപ്പെടുത്തിയതിനും ഇവർക്കെതിരെ നടപടിയെടുക്കണം. സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേർ ഉത്സവം കാണാൻ എത്തിയിട്ടുണ്ട്. അവർക്കിടയിൽ നിന്നുകൊണ്ടാണ് പരസ്യമായി സധൈര്യം ആ ക്ഷേത്രവിശ്വാസത്തെയും ആ ക്ഷേത്ര ആരാധനാ ബിംബത്തെയും ഒക്കെ തന്നെ പരിഹസിച്ചുകൊണ്ട്, വെല്ലുവിളിച്ചുകൊണ്ട് ഈ യുവാക്കൾ ഈ ഒരു തോന്നിയാസം അവിടെ കാണിച്ചത്. ഇതൊരിക്കലും ക്ഷമിക്കാൻ പറ്റുന്നതല്ല, അംഗീകരിക്കാൻ പറ്റുന്നതല്ല. നിയമത്തിന് കീഴിലേക്ക് ഇവരെ കൊണ്ടുവരിക തന്നെ വേണം. നമ്മൾ പലപ്പോഴും സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത്തരം കാര്യങ്ങളൊക്കെ പലതും കാണാറുണ്ട്. ഒരു പാവം വൃദ്ധനെ ഒരാൾ കസേരയ്ക്ക് അടിക്കുന്ന ഒരു കാഴ്ച കണ്ടു. അടിച്ചയാൾ പിന്നീട് അറസ്റ്റിലായി. സമൂഹ മാധ്യമങ്ങൾ നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലൊക്കെ തന്നെ ചെലുത്തുന്ന സ്ഥാനം വളരെ വലുതാണ് എന്നതിൻ്റെ ഒരു ഉദാഹരണമായിരുന്നു അത്. അതുപോലെ തന്നെ ഇതിലെ ദൃശ്യങ്ങൾ മനസ്സിലാക്കി, ഇവരാരാണെന്ന് മനസ്സിലാക്കി കൃത്യമായി ക്ഷേത്രഭാരവാഹികൾ പരാതി കൊടുക്കണം. പരാതി കൊടുത്തില്ലെങ്കിലും പോലീസ് സ്വമേധയാ കേസെടുത്ത് ഇതിൽ നടപടി ഉണ്ടാക്കണം. അത്രയ്ക്കും വലിയ ഒരു ഉപദ്രവം തന്നെയാണ്, സാമൂഹികവും വിശ്വാസപരവും ആചാരപരവുമായ ഒരു ഹീനകൃത്യം തന്നെയാണ് ഇവർ ചെയ്തത് എന്നതിൽ ഒരു തർക്കവുമില്ല.